സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സന്ധ്യ മയങ്ങിയാൽ ഒരു സാഅത്തുണ്ട്, മഗ്രിബിയായാൽ ഒരു സാഅത്തുണ്ട്, രാവും പകലും തമ്മിൽ ഇണചേരുന്ന, രാവ് പകലിനോട് വിട പറയുന്ന ഒരു മുഹൂർത്തമുണ്ട്. ആ ഒരു സാഹത്തിൽ മക്കളെ പുറത്തേക്കിറക്കരുത്. മുഹമ്മദ് മുസ്തഫ ഒച്ചക്കിറക്കരുതെന്നാ പറഞ്ഞത്. എപ്പോ? ഇപ്പോഴല്ല, മഴയ്ക്ക് കഴിഞ്ഞൊരു ടൈമുണ്ട്. അള്ളാന്റെ തോന്നി കൊണ്ട് ആ നേരത്താണ് കുട്ടികളൊക്കെ പുറത്ത്. ഉച്ചത്തല്ലെങ്കിൽ റോട്ടിലുണ്ടോ? എന്താ കാരണം? പണ്ടൊക്കെ മൈരിയായ വല്യമാര് വിളിച്ചു പറയും, വല്യമാര് മോന്തിയായി, നിങ്ങളുടെ മലപ്പുറത്ത് അങ്ങനെയല്ലേ പറയാ, മോന്തിയായി ചെറുകണീന്ന് പറയും. ഇപ്പൊ മകരിയായ എല്ലാവരും അടിപൊളിയായി ഷർട്ടും കുപ്പായോ ജീൻസും ടൈറ്റിലും ഇട്ട് പറ്റിയിരിക്കുക. അവിടെ പൊരിച്ച കോഴിയുണ്ട്, അച്ചാറുണ്ട്, ചപ്പാത്തിയുണ്ട്, അറേബ്യ കുഴിമന്തിയുണ്ട്, കുഴിയില്ലാത്ത മന്തിയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര സഞ്ചരിച്ചു നോക്കും. നമ്മൾ സഞ്ചരിക്കുന്ന ഒരാളെന്ന് എനിക്ക് പറയാത്തത്. വേറൊരു ആളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏട്ടപ്പാട് എത്തുന്നത് വരെ നിങ്ങൾക്ക് രാത്രി ഫുഡിന് ഒരു കുഴപ്പമുണ്ടാവില്ല. വളാഞ്ചേരി ഇങ്ങനെ ഈ കുട്ടിയുടെ തൂക്കിയ പോലെ ഇങ്ങനെ കോഴി കാടാന്ന പേര് എന്ത് കടയാണോ തൂക്കി കിടക്കുന്നത്, പെയിന്റിൽ മുക്കിയിട്ട്. ഞാൻ അവരെ കുറ്റം പറയില്ല. നിങ്ങൾ എടപ്പാട് വിട്ട് തൃശ്ശൂർക്ക് വരി, ഞങ്ങളുടെ നാട്ടിൽ ഒരു കട്ടലായിരുന്നു ഏട്ടങ്ങൾ തൃശ്ശൂർ ടൗണിലൊക്കെ ഒറ്റപ്പെട്ട കട ഉണ്ടാവും. എന്താ കാരണം എനിക്കറിയാം? അവിടെ ക്രിസ്ത്യാനികളാണ് കൂടുതൽ. നമുക്ക് പോകുന്നുണ്ട്, മാപ്പറായിട്ട് പോകുന്നില്ലല്ലോ. രാത്രി 12 മണി വരെ പൊരിച്ച കോഴി തിന്നിട്ട് കൊളസ്ട്രോളോ. ആശുപത്രിയൊക്കെ പരിശോധിച്ചൊക്കെ മുസ്ലിങ്ങളെ കൂടുതൽ. എന്താ അള്ളാഹ് മുസ്ലിങ്ങൾക്ക് ദേശീയം ജീവിക്കണ കുഴപ്പം തന്നെ. കോഴിക്ക് കുഴപ്പം വന്നു പറഞ്ഞപ്പോഴല്ലേ വില കുറഞ്ഞത്, ഇല്ലെങ്കിൽ ഇന്നും കോഴിയാവില്ലേ? അള്ള കാത്തു കടലിൽ മത്തിക്ക് എന്തെങ്കിലും അസുഖം വരാതിരുന്നത്, അല്ലെങ്കിൽ കുഴപ്പമായിരുന്നു അല്ലേ? എന്നിട്ട് കൊല്ലുക, മനുഷ്യന് പനി വന്നാ കൊല്ലുക. അതുകൊണ്ട് വേറെ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് വല്യമാരൊക്കെ അകത്താക്കിയിരുന്ന പുറത്താക്കുക. ഇനി വലിയൊരു പുറത്ത് പോയിക്കോട്ടെ, ആര് 25 വയസ്സുള്ളവർക്ക് പോയിക്കോട്ടെ, സന്തോഷമായി എല്ലാവർക്കും. പക്ഷെ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾ ഒരിക്കലും പുറത്തിറക്കരുത്. മുത്തുനബി പറഞ്ഞു, ആ സമയത്ത് പിശാചിന്റെ സാന്നിധ്യം കൂടുതലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതെന്താ ആ സമയത്ത് പിശാച് കൂടുതലുണ്ടായ കുട്ടികളെ ഇറക്കിയത്, വലിയവരെ ഇറക്കിയതെന്ന് പറഞ്ഞില്ല. അതുപോലെ ഈ ഗർഭിണികളായ സഹോദരിമാർ ഇറക്കിയത്, മെൻസസ് പീരീഡിലുള്ളവർ ഇറക്കിയത്. ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പെടുത്തുകയില്ല. നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി, നിർത്തുന്നുള്ള കാര്യമില്ല. പക്ഷെ കുട്ടികളെ ഇറക്കിയത് ഹദീസിലുണ്ട്. ഗർഭിണിയും മെൻസസും എന്റെ വക ഞാൻ ആഡ് ചെയ്തതാണ് കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. പിശാചിന് ഇഷ്ടപ്പെട്ട ഒരു സമയമാണത്. അപകടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ കുട്ടികളെ ഇറക്കരുത് റസൂലുള്ളാഹി സ്വഹീഹായ ഹദീസിൽ. എന്താ കാരണം? കുട്ടികൾ പിശാച് കൂടുന്ന സമയം. അപ്പോൾ ഇത് കൂട്ടിച്ചേർത്ത് വെക്കും, കുട്ടികൾക്ക് പിശാചിനെ കാണാൻ പറ്റും. കാരണം അതൊരു മനസ്സ് സോഫ്റ്റാണ്, സ്ഫടിക സമാനമായ മനസ്സാണ്. നമ്മുടെ മനസ്സ് പാപം ചെയ്ത് എപ്പോഴൊക്കെ ശൈത്താനായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മലക്കിനെ കാണാൻ പറ്റാതെ ഒരു മറ വന്നു പോയിട്ടുണ്ട്. കുട്ടികൾക്ക് തുമ്പപ്പൂവിന്റെ വിശുദ്ധിയ, പനിനീരിന്റെ നൈർമല്യമ, ഹിമത്തിന്റെ തണുപ്പ, അതുകൊണ്ട് എല്ലാവരും കാണും. അതാണ് പിശാചിനെ കണ്ടിട്ടാണ് കുട്ടികളൊക്കെ കരയുന്നത്. ഈ ബാങ്ക് കൊടുക്കുമ്പോൾ നായ കരയണത് മൊല്ലാക്കാന്റെ ബാങ്കിന്റെ ഉഷാറുക കൊണ്ടൊന്നുമല്ല. ഇവർ പറയണ്ട വല്ലാതെ ബാങ്ക് കൊടുത്ത് നായ കരയണമെന്ന്. മൊല്ലാക്കാൻ കുഴപ്പമുണ്ടല്ല. ബാങ്ക് വിളിക്കുമ്പോ പിശാച് ഓടുകയും മലക്ക് വരികയും ചെയ്യും. മലക്കിനെ കാണാനുള്ള കഴിവ് നായക്കുണ്ട്. അതുകൊണ്ടാ ഞാൻ വെറുതെ പറയില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോ വിലപിക്കുന്ന മയ്യത്തിന്റെ വിലാപം മനുഷ്യനും ജിന്നുമല്ലാത്ത സകല ജീവജാലങ്ങളും കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പോത്തൊക്കെ ഉണ്ട് തീച്ചു നിർത്തിയിരുന്ന് നോക്കിയിരുന്നത്. അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ മലക്കുകൾ ഉണ്ടാവും കൂടെ. പിശാചിനെ കണ്ടാലൊക്കെ അങ്ങനെ പോത്ത് വെട്ടാൻ നിൽക്കും. മലക്കുകളെ കണ്ടാലും നോക്കിയിരിക്കാറുണ്ട്. ഇതൊക്കെ സത്യമാണ് ഒന്നിനല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് മലക്കുകളെ കാണാൻ പറ്റുന്ന തെളിവായി കുട്ടികളുടെ പോലെ മനസ്സ് നമുക്ക് ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യണം? അള്ളാഹുവിനെ പ്രണയിച്ച് ആസിഡ് ഒഴിച്ചിട്ട് നമ്മുടെ ഹൃദയം കഴുകണം. അതിനുള്ള ഉപാധിയാണ് അത് വിക്ർ എന്ന് പറയുന്നത്. മുത്തനബി 2 ക്വാളിറ്റിയാ പറഞ്ഞത്. ലസാഫഹത്തുക്കുൽ മലായിക, മലക്ക് നിന്നെ ശേഖാൻ ചെയ്യും. വഴികളിൽ ഉസ്താദേ മലക്കളൊക്കെ അങ്ങനെ മഞ്ചേരി അങ്ങാടി ഞങ്ങളെ കാത്തിരിക്കും. നിൽക്കും കണ്ടോളം യോമിനെടുക്കാൻ ബസ് കയറിയിട്ട് നമ്മൾ നേരെ ബസ്സിൽ കയറാതെ മാറി ആ ബസ്സിൽ പോയി അടുത്ത ബസ്സിൽ പോകാൻ കഴിയുന്നു. അങ്ങനെ തോന്നി.
ആ ബസ് കുറച്ചപ്പുറം പോയി ആക്സിഡന്റിൽ പെട്ടതായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ആരാ നമ്മളെ മാറ്റിയിരുത്തിയത്? എന്തായാലും പോയ കുഴപ്പം? ചിലപ്പോൾ തോന്നൽ നമുക്ക് ഉണ്ടാക്കുക. മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകൾ ഇടപെടുകയാണ്. അതിൽ പോകണോ? അടുത്ത ബസ്സിൽ പോയാൽ മതി. ആണോ നിങ്ങൾ? ഇതൊക്കെ സത്യവാക്യമാണ്. അപ്പൊ ദിക്ർ കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ നമുക്ക് മലക്കുകളെ പോലും കാണാൻ കഴിയുന്ന വലിയ പവറിൽ ചേരാൻ കഴിയും. റഫീഖ് എന്ന് പറയുന്ന 17 വയസ്സുകാരനൊരു സുഹൃത്ത് കുറ്റിപ്പുറം, വലിയമല്ല, 20 വയസ്സായിട്ടുണ്ടാവും, കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങളുടെ ഈ മഹലിൽ നിന്ന് ആരെങ്കിലും 1995-ലോ 96-ലോ പഠിച്ചവരുണ്ടെങ്കിൽ ഇപ്പൊ സദസ്സിലുണ്ടെങ്കിലോ ദൈവമൊക്കെ എന്താ ഇല്ലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഋതിക് റോഷന്റെ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ ചാവക്കാട് നിന്ന് അവിടെ പഠിച്ചിരുന്നു. ഋതിക് റോഷന്റെ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനല്ലോ, അതേമാതിരി ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. അവൻ റബ്ബർ കപ്പ് ജീൻസാണ് അണിയാൻ, ടൈറ്റ് ഫിറ്റ്. അതായത് ഫ്രീക്ക് ലുക്ക് അല്ലല്ലേ, ഫ്രീക്കൊക്കെ അറിയാം. അവൻ അന്നേ ഫ്രീക്ക് ലുക്കാണ്. നല്ല ബൈക്കിൽ ചെത്തി പൊളിച്ചു പോകും, മുടി അങ്ങനെ താഴ്ത്തി കിടക്കിയിട്ട്. പക്ഷേ മുഅ്മിനീങ്ങളെ, ലൗ അഖ്സമ അലല്ലാഹ് ലഅബറാ, അവൻ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ച ഉത്തരമുറപ്പാ, മുസ്തജാബു ദഅവയാ, അവൻ ചോദിച്ച ഉത്തരം കിട്ടുന്ന ഉറപ്പാണ്. അവൻ ഈ വേഷത്തിലൊക്കെ ഒരാൾക്കാർ നെറ്റിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ഭയങ്കര സംഭവമായിരുന്നു അവൻ. എന്നാൽ അവന്റെ പഠനത്തിൽ വല്ല കുഴപ്പം പറ്റിയോ? അവൻ അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഞാനിപ്പോ സീമാലയം പിടിച്ചിട്ട് ഇങ്ങനെ തലയോട്ടം കെട്ടി ഇങ്ങനെ പോയാൽ നല്ല കഥയായിരിക്കും ഇവിടെ, അല്ലേ? അത് അവന്റെ മാത്രം ചിന്തയല്ല. നമ്മുടെ നാട്ടിൽ കൂടെ ഒരാൾ പുറപ്പെട്ടു വന്നാൽ നമ്മുടെ അപ്പാഴം ചവിലിയേക്കില്ലേ, അല്ലേ? ഒരു പച്ചപ്പുറപ്പ് അയല് പൊട്ടിച്ചാടി മേലക്ക് അറിയാതെ വിടാണെങ്കിലും എത്ര സ്വർണ്ണ വരുന്നത് പുറത്തുകൾ അല്ലേ? എവിടെയെങ്കിലും ഒരു ഉപ്പാവ് വന്നാൽ അവർക്ക് ഓടുകൾ കന്നാസ്. തിരുവല്ലാമല പറഞ്ഞ തൃശ്ശൂർ ജില്ലയിൽ ഒരു വല്യപ്പാവ് ഉണ്ടായിരുന്നു. പട്ടാമ്പി മുതൽ പാലക്കാട് വരെ, ആലത്തൂർ മുതൽ അറങ്ങോട്ട് വരെയുള്ള സകല ആൾക്കാർ അടിച്ചു. ഇത് വെറുതെ ചിരിപ്പിക്കാൻ പറയണല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു ചിരിപ്പിക്കാൻ ഞാൻ മേടിച്ച് തമാശ പറഞ്ഞില്ല. ബസ്സിലൊക്കെ അടിച്ചു കയറി 10,000 അവിടെ മാസങ്ങൾ പിന്നിൽപ്പെട്ടാലും ബിസിനസ് ഡെവലപ്മെന്റ് ആയി. ചില ആൾക്കാർ കന്നാസ് കച്ചവടം, ചില ആൾക്കാർ ചന്ദ്രഗിരി കച്ചവടം, ഭയങ്കര പറഞ്ഞു. ഇയാൾ നേരത്തെ ഒറ്റ ഊത്ത. നിങ്ങളുടെ മലപ്പുറം ജില്ലയിൽ എവിടെയാണോ ഒന്ന് താമസിക്കുന്നത്? പുറത്താക്കിയതാണ്. അവിടെ ഞങ്ങൾ വന്നല്ല, ആള് ആരോ ഒന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം കൊല്ലാൻ അറിയാതെ നമുക്കില്ല. പക്ഷെ മയ്യത്ത് വിളിപ്പിക്കുമ്പോഴാ കണ്ട ഇയാള് സുന്നത്തെല്ലാം കേട്ടില്ല. ഇതാണ് പോക്ക്. ഇങ്ങനെ കുറെ ഔലിയമാരും ഔലിച്ചമാരും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും ഓർമ്മ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളില്ല. ആത്മീയത തട്ടിപ്പായ ഒരു കാലത്താണ്. എന്നിട്ട് നമ്മളെ പറയാൻ വേണ്ടി കുറെ ആൾക്കാർ ജമാഅത്ത് ഇസ്ലാമിന്റെ കുഴപ്പം, സുന്നികളുടെ കുഴപ്പമല്ല. കുറെ ആൾക്കാർ ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞ മഞ്ചേരി നാളൊരു ഔലിയം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഓടിക്കും അന്നാസായി. എന്നിട്ട് എന്താ പറയണ പോയിട്ട് മകന്റെ വിഷയം ചെയ്യണം, മോളുടെ കല്യാണം ശരിയാവണം, മോളുടെ ഗർഭമുണ്ട്, പ്രസവിക്കണം, ആൺകുട്ടിയാണ്. ഇതല്ലാതെ എനിക്ക് സ്വർഗത്ത് പോകണം, ഈമാൻ കിട്ടണം, നിങ്ങളുടെ മായി എനിക്കാകണം ഇന്ന് ആരെങ്കിലും പറഞ്ഞു എവിടെയും പോയിട്ട് ദുനിയാവിന്റെ കാര്യമില്ലാതെ ഇയാൾ മോമിനികളെ മൂലമങ്ങടെ ഇറങ്ങി വന്നോന്നല്ലോ. പാണ്ടിയെടുത്തിട്ടാണേ, നല്ലതാണെങ്കിൽ എട്ടുങ്ങറായിട്ടാണേ, ദിക്ർ ചൊല്ലിയിട്ടാണേ, സുന്നത്ത് പാലിച്ച് ബുദ്ധിമുട്ടിയിട്ടാണേ. എന്നിട്ട് ആരാ ബുദ്ധിമുട്ടി കൊടുത്ത് നമ്മളൊരു പോയിട്ട് ഉത്സവാക്കി വരിക. കിട്ടുമൊക്കെ ചെയ്യും, അവര് അള്ളാഹോട് റെക്കമെന്റ് ചെയ്ത് കിട്ടും. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ചോദിച്ചോ, അച്ഛനെ നിങ്ങളുടെ മായി നിൽക്കുന്നതാകണം, അതിനെന്തോ പോയാൽ നമുക്ക് തന്നെ അങ്ങനെ ആയിക്കൂടെ? അതിനെ കിട്ടില്ല. ഇക്കറിക്കറെല്ലാം നിസ്കരിക്കാനും ശുദ്ധീകരിക്കാനും നോമ്പ് വെക്കാനും ഇപ്പൊ എനിക്ക് വിശ്രമിക്കാൻ മതി. ഇത് പച്ച കാപട്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കൊരു നിർബന്ധമില്ല. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ക്ഷണിക്കണം, അത്രയും നിർബന്ധമില്ല. ഞാൻ പറയും ഇത് കാപട്യാണ്. ഞാൻ പോകുന്നത് തെറ്റാണല്ലോ പറഞ്ഞത്. നമ്മളതിനു വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു, ധാർമ്മികമായി ആലോചിച്ചു. എനിക്ക് നിങ്ങളെ മാതിരി ആകണം നമുക്കൊരാഗ്രഹം വരുന്നുണ്ട്. അതിന് ബുദ്ധിമുട്ടാ, സുഖീകരിക്കണം, അതിന് ബുദ്ധിമുട്ടാ. പെണ്ണ് മകരിവ് കഴിഞ്ഞാൽ നിനക്ക് ഇതിന്റെ ചന്ദനമല കാണാൻ പറ്റൂല, പരസ്പരം കാണാൻ പറ്റൂല. ഇതിങ്ങനെ ഇരിക്കല്ല സീരിയൽ കണ്ടിട്ട്. എന്നിട്ട് ഇടങ്ങർ വന്നാ ഉയ്യാന്റെ അടുത്ത് പോയിട്ട് ഒരു സീരിയൽ തന്നെ കാണുക.
ഇത് കാപട്യാന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കാപട്യ. നിങ്ങൾ പോയി പറയാ ആദ്യം. ഈശൊക്കെ പറഞ്ഞതിന് മുമ്പേ എനിക്ക് നിങ്ങളുടെ മൊഴിക്കാലോ, എനിക്ക് നബീസത്തുൽ മിസ്രിയുടെ പോലെ ആകണം. അത് അവർ പറഞ്ഞ അള്ളാഹു കേൾക്കൂലേ? അള്ളാഹു അങ്ങനെ തീർക്കുമാറാകണം. ചെറുപ്പക്കാരെ, പറ്റും നിങ്ങൾക്ക്. നിങ്ങളുടെ പ്രൊഫഷൻ പ്രശ്നമല്ല. നിങ്ങൾ MBA-ക്കോ BBA-ക്കോ ഏത് ഹയർ എഡ്യൂക്കേഷനോ പഠിച്ചോ, നിങ്ങൾ അധ്യാപകരോ, നിങ്ങൾ ഡ്രൈവറോ, പ്രവാസിയോ, ഏതെങ്കിലും ബിസിനസ് മാഗ്നറ്റോ, അധ്യാപകനോ, വീട്ടമ്മയോ എന്തോ ആകട്ടെ, പ്രൊഫഷൻ പ്രശ്നമല്ല. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ മഹാനായ നേതാവ്, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന ഖുതുബുസ്സമാഅലമി വരക്കൽ മുല്ലക്കോയ തങ്ങളെ നവറല്ലാഹു മർകദ സമസ്ത രൂപീകരിച്ചൊരു സമ്മേളനം, ഒരു മീറ്റിംഗ് നടക്കുകയാ. മലബാറിയ പ്രഗൽഭരായ ആലിമീങ്ങളുള്ള സദസ്സ. എന്നിട്ട് ഖുതുബുസ്സമാൻ പിരിയാ നേരത്ത് പറഞ്ഞു, ഇനി ദുആ ചെയ്യേണ്ടത് ഇന്നലെ അസർ നമസ്കാരം പാലസ്തീനിലെ മസ്ജിദുൽ മുഖദ്ദസിൽ നിസ്കരിച്ച ആളാ. ഇന്നലെ മഗ്രിബ് നമസ്കാരം മദീനത്തെ മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ച ആളാ. ഇന്നലത്തെ ഇശാ നിസ്കാരം മക്കത്തുൽ മുകറമയിലെ മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ച ആളാ. അയാള് ദുആ ചെയ്യട്ടെ. മുഅ്മിനേ, ഇത് പറയുന്നത് ഇന്നല്ല, 19 കൊല്ലം മുമ്പാണ്, 80-ലേറെ കൊല്ലം മുമ്പാ. അന്ന് നിങ്ങളുടെ കരിപ്പൂർ എയർപോർട്ടില്ല. അതുണ്ടായത് 1990-കളുടെ തുടക്കത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. നെടുമ്പാശ്ശേരി എയർപോർട്ടില്ല. നമുക്ക് വിമാനത്തിൽ പോയി വരാനുള്ള പണി. ഈ പാലസ്തീൻ സൗദി അറേബ്യക്ക് റൂട്ട് മാപ്പ് നിന്ന് നോക്ക്. നാളെ വേൾഡ് മാപ്പ് എടുത്ത് പരിശോധിക്കുക എത്ര കിലോമീറ്റർ ഉണ്ട്. അസർ കഴിഞ്ഞ് എന്തായാലും മദീനത്തിൽ എത്തില്ല. മദീനയിൽ നിന്ന് മക്കായിലേക്ക് റോഡ് മാർഗം 450 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ അത് സഞ്ചരിക്കണമെങ്കിൽ 4.5 മണിക്കൂറെങ്കിലും അതിവിദഗ്ധനായ ഡ്രൈവർ ഓടിച്ച 4.5 മണിക്കൂർ കൊണ്ട് മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് മക്കത്തുൽ മുകറമയിൽ എത്തിച്ചേരാം. അത് എക്സ്പ്രസ് ഹൈവേ ആണ്, 6 വരിപ്പാതയാണ്. 80 കൊല്ലം മുമ്പ് മരുഭൂമിയില് അങ്ങനെ ഒരു റോഡില്ല. മഗ്രിബിന് ഇശാക്ക് മക്കത്തെത്തി. അത് റോക്കറ്റിലല്ല. ഇതൊക്കെ ഉണ്ടായതാവില്ല. 1900 അവധിക്കഥയല്ല ഞാൻ പറയും. അപ്പൊ ഒരാൾ പറകിൽ നിന്ന് എഴുന്നേറ്റു, ചെറുപ്പക്കാരെ, ഉള്ളാടക്കുന്നെന്ന് പറയുന്ന ഈ കുഗ്രാമത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരാൾ എഴുന്നേറ്റു. ആരാന്നറിയോ? നിങ്ങളുടെ കോഴിക്കോട്ടെ മിഠായി തെരുവിൽ വെറ്റില കച്ചവടം നടത്തുന്ന പുതിയ അഹമ്മദ് എന്ന പേരില് അതിസാധാരണക്കാരനായ ഒരു മനുഷ്യനായി എഴുന്നേറ്റ് വന്നത്. പുതിയ അഹമ്മദ് എന്ന പേര് വരാൻ കാരണം, അഹമ്മദ് വേറുണ്ടായിരുന്നു. ഇദ്ദേഹം മുസ്ലിമായ ആളാ, കൺവെർട്ടഡ് മുസ്ലിമാണ്, നവമുസ്ലിമാണ്, ഹിന്ദുവായിരുന്നു. അതുകൊണ്ട് തിരിച്ചറിയാൻ പുതിയ അഹമ്മദ് എന്ന പേരിട്ടതാ. ആ അഹമ്മദാണ് എഴുന്നേറ്റ് വന്നിട്ട് തങ്ങളുപ്പാപ്പാന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, തങ്ങളെ, നിങ്ങളല്ലേ എന്നെ കൊണ്ടുപോയത്, ഞാൻ ഒറ്റക്ക് പോയതല്ലല്ലോ, നിങ്ങളല്ലേ എന്നെ കൊണ്ടുപോയത്. ഇവിടെ എന്റെ ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, 2 പോയിന്റ് നിങ്ങളുടെ മനസ്സിലുടക്കണം. ഒന്ന്, ആരാണ് ഖുതുബുസ്സമാൻ? അലയടിക്കുന്ന കോഴിക്കോട്ടെ പുതിയങ്ങാടിയിലെ തിരുമാലകൾക്ക് അഭിമുഖമായി നിന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, തുടിക്കുന്ന ഹൃദയത്തോടെ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി മലബാറിലെ 40 സാത്വികരായ പണ്ഡിത പ്രതിഭാശാലികളെ പിന്നിൽ നിർത്തി ദുആ ചെയ്തു. അല്ലാഹുവേ, ഇവരെന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാക്കി, സമസ്തയുടെ പ്രസിഡന്റാക്കി, ഈ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ നായകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി സയ്യിദ് മഹ്ദി ഇമാമി എത്തിക്കണേ അല്ലാഹ്. തെറ്റുപോണ മുഅ്മിനീങ്ങളെ, സംഭവിക്കുന്നതെന്നലെയും കാലം സാക്ഷി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഒരു പോയിന്റ്. അപ്പൊ സംസ്ഥാന നേതാക്കന്മാർ ഇത് ഉണ്ടാക്കിയാള് തഖ്വയുടെ മേൽ അസ്ഥിവാരമിട്ടാള് സാധാരണക്കാരല്ല, ബംഗാളിൽ നിന്ന് ഇറക്കുമതി ആൾക്കാരല്ല. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ വിഷയത്തിന്റെ പോയിട്ട് വന്നത് കൂട്ടിയാർന്നത് ആലോചിച്ച കച്ചവടക്കാരൻ കരഞ്ഞു നിന്നിട്ട് അവൻ ആലോചിച്ചൊക്കെ, ഇയാൾ വലിയ ആളൊന്നല്ലല്ലോ, ഒരു സാധാരണ മനുഷ്യൻ.
അയാൾ എവിടെ പോയത്? പാലസ്തീൻ